ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഇടവകയിൽ നമ്മൾ ശക്തരാവണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ഇടവക എന്നുള്ളത് ഒരു വികാരിയുടെ കുടുംബസ്വത്ത് പോലെയാണ്. എൻ്റെ ഇടവകയിലെ കാര്യമാണ് ഞാൻ സംസാരിക്കണേ, എനിക്ക് അതല്ലേ പറയാൻ പറ്റൂ. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഇതിന് ആലോചിച്ചു. ഇപ്പോഴൊന്നല്ല, അത് 4 കൊല്ലം മുമ്പ് തുടങ്ങി. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയത്, കുടുംബ യൂണിറ്റുകൾ നമുക്ക് ഇനി പറഞ്ഞു തീർക്കണില്ല, നീട്ടണില്ല. ഒരുപാട് സംഘടനകൾ, ഭക്തസംഘടന, എന്തിന് മാതൃസംഘം പോലും ഈ വിഷയം കൊടുമ്പിരി കൊണ്ട സമയത്ത് ഞങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഫൊറോനയിലെ 9 പള്ളിയിലും പ്രവർത്തിച്ചപ്പോൾ അന്ന് ഈ ഉഡായിപ്പ് പാതിരിമാരെന്താ ചെയ്തെന്നറിയോ? അതുവരെ അവർക്ക് സ്നേഹമില്ലാതിരുന്ന ലെവലില് ഈ മാതൃസംഘത്തിലെ അമ്മമാരെ വരെ അവർ ടൂറിന് കൊണ്ടുപോയിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയണില്ല, അത് വിശദീകരിക്കണില്ല. എനിക്കൊരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ വേറൊരു സ്ഥലത്ത് തമ്പടിച്ചിട്ട് ഇടവക വികാരി ഒരു പള്ളിയുടെ, എൻ്റെ പള്ളിയുടെ അല്ല, വേറെ പള്ളിയുടെ അവിടെ എനിക്ക് വേറെ കാര്യമുണ്ട്. അവിടെ അയാൾ തമ്പടിച്ചിട്ട് അയാളുടെ ഈ എന്താണ് വീട് വെഞ്ചിരിപ്പ്, അതുവരെ 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ ചെയ്തവരെ ഇപ്പോൾ എല്ലാ വർഷം വീട് വെഞ്ചിരിക്കുകയാണ്. എൻ്റെ ആ ഒരു കാര്യമുണ്ട്. അതിൻ്റെ ചുറ്റുപാടുള്ള വീടുകളിൽ പോയിട്ട് അവരുടെ വീട്ടിൽ വീട് വെഞ്ചിരിക്കുന്നത് അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറാണ്. അപ്പോൾ എന്തുണ്ട്, ഇതേപോലെ സൊഡാലിറ്റി, തിരുവാല സഖ്യം, CLC, എന്തിനു പറയണു, വിൻസെന്റ് പോൾ വരെ ഇവർ ഹൈജാക്ക് ചെയ്തു. അപ്പൊ ഇതേപോലെ നമ്മൾ പറയില്ലേ, ഒരു ഹോട്ട് ലൈൻ സ്ഥാപിച്ചിരിക്കുന്നു. ഒന്ന്, വികാരിയെ പിണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചങ്ങളുടെ കല്യാണം, കൊച്ചങ്ങളുടെ മാമോദിസ, കൊച്ചങ്ങളുടെ ഇപ്പൊ ഏറ്റവും വലിയ വിഷയം നമ്മളെ പോലെയുള്ളവർക്ക്, എനിക്ക് എൻ്റെ മക്കള് വേദശമൊക്കെ കഴിഞ്ഞു, കാറ്റഗിസം പഠിക്കുന്ന പിള്ളേരുടെ വിഷയങ്ങൾ, ഇങ്ങനെ 100 കൂട്ടം ദൈനംദിന ജീവിതത്തിന്റെ എവരി സ്പിയർ ഓഫ് ലൈഫിൽ ഇവർ ഫ്ലെക്സിങ് ദെയർ മസിൽസ്, അവിടെയാണ് ഈ വിഷയം ഇരിക്കണേ. അപ്പൊ ഇത്രയും സങ്കീർണമായ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ അധപതിച്ച അന്ധമായ പുരോഹിതനെ ദൈവമായിട്ട് കാണുകയും അതുകൊണ്ട് തന്നെ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ സാധിക്കാത്തതുകൊണ്ടുള്ള മുഖം കാണണമെന്നോ ഇവർ പറയണേ, അതിനെ അംഗീകരിക്കുന്നതും. അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ വരില്ലേ? എനിക്ക് കുറെ പറയാനുണ്ട് കേട്ടോ, രോഷം തുടങ്ങിയ ജോസഫിന് നിർത്തില്ല.